ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കിച്ചണിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇതുപോലെ കറകളുണ്ടാവില്ലേ? അപ്പോൾ ഇതിന് മുകളിൽ ഇങ്ങനെ കറകളായിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഒരു പ്രാവശ്യം ഇത് വൃത്തിയാക്കാൻ ശ്രമിച്ചു, എങ്കിലും സാധിച്ചില്ല. ഇത് ഫുള്ളായിട്ട് പോയില്ല. കുറേയൊക്കെ നോക്കി, പക്ഷേ കുറച്ചൊക്കെ പോയെങ്കിലും ബാക്കിയുള്ളത് അതുപോലെ തന്നെ അവശേഷിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ക്ലീൻ ആക്കണ വീഡിയോ ആണ്. വളരെ സിമ്പിളായിട്ട് ഇത് ക്ലീൻ ആക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടി 2 കാര്യങ്ങൾ ആവശ്യമുള്ളൂ. ഒന്ന് വിനാഗിരി, എല്ലാം നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും വിനാഗിരി, അതുപോലെ തന്നെ വേണ്ടത് ഒരു നാരങ്ങയുമാണ്. അപ്പോൾ അത് 2 കാര്യങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. വിനാഗിരി നമുക്കെടുത്തിട്ട് ആവശ്യമില്ലാത്തൊരു പാത്രം, ഒരു പഴയ പാത്രം എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഞാൻ ഏകദേശം 1.5 ടീസ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നാരങ്ങ നീര് ഒഴിക്കാം. അതിന് ഞാൻ ഒരു പകുതി നാരങ്ങയാണ് എടുത്തേക്കണത്. ഇതിന് നീര് ചെറുതായിട്ട് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഫുൾ നാരങ്ങ നീര് വേണമെന്നില്ല. നാരങ്ങ നീര് ഒഴിച്ച ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്കിതൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ നാരങ്ങ വെച്ച് തന്നെ ഇത് ആവശ്യമുള്ളിടത്തേക്ക് ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഈ നാരങ്ങയുടെ കൂടെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷാമ്പും കൂടി ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാൻ കിച്ചൺ ആയതുകൊണ്ട് അതിൻ്റെ സ്മെല്ല് വേണ്ടെന്ന് കരുതിയാണ് ഷാമ്പു ചേർക്കാത്തത്. ഇനി വീട്ടിലുള്ള ഏതെങ്കിലും ഒരു പഴയ സ്ക്രബ്ബർ എടുത്ത് നമുക്കൊന്ന് പയ്യെ ഉരച്ചു കൊടുക്കാം. ഇവിടെ ഉരയ്ക്കുമ്പോൾ ചെറുതായിട്ട് പോണതായിട്ട് കാണാം. ഒത്തിരി വർഷമായിട്ട് ഇവിടെ കറ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ഇത് പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും നമ്മുടെ നാരങ്ങയൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് പോരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പോഞ്ച് മാറ്റിയിട്ട് ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡിലായിട്ട് പോകുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇത് എല്ലാം ഉരച്ച് കഴിഞ്ഞ ശേഷം ഒരു നനഞ്ഞ തുണി കൊണ്ട് ഇതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. വിനാഗിരി നാരങ്ങ ഉപയോഗിച്ച് ഏകദേശം നല്ല രീതിയിൽ തന്നെ കറ പോയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഈ ടെക്നിക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ടെക്നിക്ക് തന്നെയാണിത്.